إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. ഈ പ്രപഞ്ചത്തിലെ അല്ലാഹുവിന്റെ എല്ലാ സൃഷ്ടിപ്രതിഭാസങ്ങളും അവനിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന, അവനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന അവന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതിൽപ്പെട്ട വലിയ അത്ഭുതമാണ്, അവന്റെ വലിയ ദൃഷ്ടാന്തമാണ് ആകാശങ്ങളിൽ നിന്ന്, മേഘക്കീറുകളിൽ നിന്ന് അവൻ നമുക്ക് വർഷിച്ചു തരുന്ന മഴ എന്നുള്ളത്. അത് അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞ അവന്റെ വലിയ അനുഗ്രഹമാണ്, അവന്റെ വലിയ കാരുണ്യമാണ്, അവന്റെ ഔദാര്യമാണ്. وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد. അല്ലാഹുവാണ് ആകാശങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു നൽകുന്നത്. മനുഷ്യന്മാർ നിരാശയിലായതിനു ശേഷം അവർക്കുള്ള റഹ്മത്തെന്നോണം അല്ലാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്. ആ മഴയിലൂടെ അല്ലാഹുവിന്റെ കാരുണ്യം അവൻ വ്യാപിപ്പിക്കുന്നു. ആ മഴ എന്നുള്ളത് ബറക്കത്തുള്ളതാണ്, അനുഗ്രഹീതമായ വെള്ളമാണ് ആ മഴയിലേത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക, ആകാശത്ത് നിന്ന് നാം ബറക്കത്തുള്ള, ഒരുപാട് നന്മകളുള്ള, അനുഗ്രഹീതമായ വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കി നൽകി. നോക്കൂ, അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞ അവന്റെ റഹ്മത്താണ് മഴ എന്നുള്ളത്, അവന്റെ വലിയ അനുഗ്രഹമാണ് മഴ എന്നുള്ളത്. ഒരിക്കൽ സ്വഹാബികൾ പറയുകയാണ്, സല്ലല്ലാഹു അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹി ബിൽ ഹുദൈബിയ്യ. ഒരിക്കൽ ഹുദൈബിയയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇമാമായി നിന്നുകൊണ്ട് സുബ്ഹി നിസ്കരിച്ചു. അലാ ഇസ്രി സമാഇൻ കാനത് മിനൽ ലൈൽ, തലേ ദിവസം രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോൾ
സ്വഹാബികളിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു, ഹൽ തദഊന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് കൂടുതൽ അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ, ഇന്ന് നേരം പുലർന്ന ആളുകളിൽ എന്നോട് നന്ദി കാണിക്കുന്ന, എന്നിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളുമുണ്ട്, എന്നോട് നന്ദികേട് കാണിച്ച, എന്നിൽ കുഫ്ർ പ്രവർത്തിച്ച ആളുകളുമുണ്ട്. فأما من قال مطرنا بفضل الله ورحمته فذلك مؤمن بي كافر بالكوكب, മഴ ലഭിച്ചപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞ ആളുകൾ, അവർ എന്നിൽ ഈമാനുള്ള, എന്നോട് നന്ദിയുള്ള മുഅ്മിനീങ്ങളാണ്, അവർ നക്ഷത്രങ്ങളിൽ അവിശ്വസിച്ച ആളുകളുമാണ്. وأما من قال مطرنا بنوء كذا وكذا فذلك كافر بي مؤمن بالكوكب, എന്നാൽ ഞങ്ങൾക്ക് മഴ ലഭിച്ചത് ഇന്ന ഇന്ന നക്ഷത്രങ്ങൾ മുഖേനയാണ്, ആ നക്ഷത്രങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്ന് പറഞ്ഞവൻ, അവൻ എന്നോട് നന്ദികേട് കാണിച്ച, നക്ഷത്രങ്ങളിൽ വിശ്വസിച്ചയാളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് പാഠങ്ങളുള്ള ഹദീസാണ്. മഴ എന്ന് മാത്രമല്ല, അല്ലാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളും അവനിലേക്ക് ചേർത്തി പറയുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിന്റെ ശൈലി. നിസ്ബത്തുൽ നിഅം ഇലാ ഖാലിഖിഹാ, ഓരോ അനുഗ്രഹങ്ങളും ആ അനുഗ്രഹം തന്നവനായ അല്ലാഹുവിലേക്ക് ചേർത്തി പറയുക. മഴ വർഷിക്കുമ്പോൾ പറയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വാക്കാണിത്. ഞങ്ങൾക്ക് മഴ ലഭിച്ചത് ഭൗതികമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫضل കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്നാണ് ഒരു മുഅ്മിൻ പറയേണ്ടത്. എന്നാൽ മഴ ലഭിച്ചതിന് ശേഷവും അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അല്ലാഹുവിലേക്ക് ആ നിഅമത്തിനെ ഒരിക്കൽ പോലും ചേർത്തി പറയാതെ ഭൗതികമായ കാര്യങ്ങളുടെ പിന്നിൽ മാത്രം ചിന്തിക്കുന്നത് വളരെ ആക്ഷേപകരമായ കാര്യമാണ്. പ്രകൃതിയുടെ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ ഇന്ന ഇന്ന സമുദ്രത്തിലെ കാറ്റിന്റെ ദിശ കാരണത്താൽ, അങ്ങനെ ഭൗതികമായ ശാസ്ത്രീയമായ കാര്യങ്ങളുടെ പിന്നിൽ മാത്രം പോകുന്നു. ഈ മഴ തന്നവനായ അല്ലാഹുവിനെ കുറിച്ച് യാതൊരു ബോധവുമില്ല. റബ്ബിന്റെ അനുഗ്രഹമാണ്, അവന്റെ ദൃഷ്ടാന്തമാണിത്, അല്ലാഹുവിന്റെ റഹ്മത്താണിത് എന്ന് ഖുർആനിൽ ഒരുപാട് തവണ വായിച്ചു കേട്ട ആളുകളും അത് മറന്നുപോവുകയാണ്. അത് അല്ലാഹുവിനോടുള്ള നന്ദികേടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മര്യാദകേടുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഴയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കേണ്ടതിന്റെ ഭാഗമാണ്. ആ അനുഗ്രഹം അല്ലാഹുവിലേക്ക് ചേർത്തി പറയുക എന്നതിന്റെ ഭാഗമാണ് മഴ ലഭിച്ചാൽ അതിന്റെ നന്ദിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്തുതിക്കുക എന്നുള്ളത്. അതിൽപ്പെട്ട വാക്കാണ് നമ്മൾ പറഞ്ഞ മുത്തർന ബിഫളില്ലാഹി വറഹ്മതിഹി എന്നുള്ളത്. അതുപോലെ തന്നെ മഴ അത് ഉപകാരപ്രദമാകുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യൽ, അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ കണ്ടാൽ പ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുവേ ഈ മഴയെ നാശനഷ്ടങ്ങളില്ലാത്ത, ഉപദ്രവങ്ങളില്ലാത്ത ഉപകാരപ്രദമായ മഴയാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ നാം മറക്കാൻ പാടില്ലാത്ത
നമ്മൾ പതിവാക്കേണ്ട ദുആണ്, ദിക്റാണ് ഇടിവെട്ടുമ്പോഴുള്ള ദിക്ർ. സുബ്ഹാനല്ലദീ യുസബ്ബിഹു അർ-റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. ഇടിനാദം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇടിനാദം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നവനായ അല്ലാഹു എത്ര പരിശുദ്ധൻ! അവന് യാതൊരു കുറവുകളും ന്യൂനതകളുമില്ല. വൽ മലായികതു മിൻ ഖീഫതിഹി, മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിന്റെ മഹത്വം അതുൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിനോടുള്ള ഭയം കാരണം മലക്കുകൾ അല്ലാഹുവിനെ സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ ദിക്റിലുള്ളത് എന്ന് സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ, മിന്നൽ കാണുമ്പോൾ അല്ലാഹുവിന്റെ ഖുവ്വത്തിനെ, അല്ലാഹുവിന്റെ മഹത്തായ കഴിവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന, മനുഷ്യന്മാരുടെ ദൗർബല്യം, അവരുടെ ദുർബലത അത് ബോധ്യപ്പെടുത്തി നൽകുന്ന ദിക്റാണ്. ഇടി അതിനെ സംവദിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇടിമിന്നൽ, ആ ഇടിനാദം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിക്കുകയാണ്, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുകയാണ്. സകല പ്രപഞ്ചത്തിലുള്ള സകല കാര്യങ്ങളും അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സകല സൃഷ്ടികളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. عزيز حكيم മായ, ഒരു ന്യൂനതകളുമില്ലാത്ത രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭൂമിയിലുള്ള ആകാശങ്ങളിലുള്ള സകല കാര്യങ്ങളും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ മഹത്വത്തെ അത് നമുക്ക് ബോധ്യപ്പെടുത്തി നൽകുന്നു. അതുകൊണ്ടാണ് സഹാബികൾ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇടിവെട്ടുന്നത് കേട്ടാൽ അദ്ദേഹം എല്ലാ സംസാരങ്ങളിൽ നിന്നും മാറി നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് ചെയ്യും. ഇടിമിന്നൽ വരെ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. പിന്നെ മനുഷ്യ, ദുർബലനായ മനുഷ്യ, റബ്ബിനെ സ്തുതിക്കുവാൻ നിനക്കെന്തിനാണ് വൈമനസ്യം? നിനക്കെന്തിനാണ് ഇത്ര മടി? സ്വഹാബികൾ അവർ ഇടിമിന്നൽ അതിന്റെ ശബ്ദം കേട്ടാൽ അവർ ദുആ ചെയ്യാൻ വേണ്ടി സകല സംസാരങ്ങളിൽ നിന്നും മാറിയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മഴയുടെ സന്ദർഭങ്ങളിൽ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഒരു സമയമാണ് മഴ പെയ്യുന്ന സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഫഗ്തനിമു ദുആ ഫീഹിൻ, അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ദുആ ചെയ്യുന്നതിനു വേണ്ടി മുതലാക്കുക. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അർഹമായ സമയം. മറ്റു ചില റിവായത്തുകളിൽ തള്ളപ്പെടാൻ സാധ്യതയില്ലാത്ത, ആത്മാർത്ഥമായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവൻ അവന്റെ പ്രാർത്ഥന തള്ളപ്പെടാൻ സാധ്യതയില്ലാത്ത സമയങ്ങളാണ് ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, മഴ പെയ്യുന്ന സമയങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സമൂഹത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്തായ മഴ അത് കുറഞ്ഞു വരുന്നു എങ്കിൽ, അതല്ല ആ മഴ തീരെ ലഭിക്കുന്നില്ല എങ്കിൽ, ആ സമൂഹത്തിൽ തിന്മകൾ അത് വർദ്ധിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. തിന്മകൾ കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തായ മഴ അത് പിടിച്ചു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജിന്നിൽ പറഞ്ഞതായി കാണാം, വഅല്ലവ ഇസ്തഖാമു അല ത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ. അവരെങ്ങാനും അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിന്നിരുന്നു എങ്കിൽ ആകാശത്തു നിന്ന് സമൃദ്ധമായ വെള്ളം നാം അവരെ കുടിപ്പിക്കുമായിരുന്നു. അപ്പൊ മഴ ലഭിക്കുവാനുള്ള കാരണമാണ് അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത്.
അള്ളാഹുവിന്റെ ദീൻ പാലിക്കാതെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ ആ സമൂഹത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തായ മഴ അത് കുറവായിരിക്കുമെന്നാണ് മുഫസ്സിറുകൾ ഇത്തരം ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നത്. എന്നാൽ ഒരു സമൂഹത്തിൽ സമൃദ്ധമായി മഴ ലഭിക്കുന്നു എന്നുള്ളത് അവരുടെ മേൽ അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട് എന്നതിന്റെ അടയാളമല്ല. അത് മറ്റൊരു വശമാണ്. ഒരു സമൂഹത്തിൽ സമൃദ്ധമായ മഴ ലഭിക്കുന്നു എന്നത് അവർ ദീനിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ടല്ല, അവർക്ക് അള്ളാഹുവിന്റെ അരികിൽ തൃപ്തിയുള്ള ആളുകളാണ് അവർ എന്നുള്ളത് കൊണ്ടല്ല. മറിച്ച് അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി അവർക്ക് നൽകി അവരെ പടിപടിയായി പിടികൂടുന്നതിനു വേണ്ടി സകല അനുഗ്രഹങ്ങളും ചില സമൂഹങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നൽകിയേക്കാം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ഒരു ഗ്രാമവാസികൾ, ഒരു നാട്ടുകാർ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുകയും ചെയ്താൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്ന് ഭൂമികളിൽ നിന്ന് അവർക്കുള്ള ബറക്കത്ത് തുറന്നു കൊടുക്കും. എന്നാൽ ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ. ചില ആളുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്ബോധനങ്ങൾ, ഉപദേശങ്ങൾ നൽകും. അതവർ മറന്നുകളഞ്ഞാൽ, അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ, അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ അവർ മറക്കുമ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുക്കും. എന്നിട്ട് ആ അനുഗ്രഹങ്ങളിൽ അവർ മതിമറന്ന് ആസ്വദിച്ച് ജീവിക്കുമ്പോൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് പിടികൂടും. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അവരെ പടിപടിയായി പിടികൂടുന്നതിനു വേണ്ടി ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നതിനു വേണ്ടി അവർക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകും എന്നും അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ് മഴയുടെ സമയം. മഴ എപ്പോൾ പെയ്യണമെന്ന കാര്യം, എപ്പോൾ അത് പെയ്യും എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രമേ അറിയുകയുള്ളൂ. അത് ഇൽമുൽ ഗൈബിൽപ്പെട്ട അദൃശ്യമായ അറിവുകളിൽപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ കാര്യമാണ് മഴ പെയ്യുന്ന സമയം. അത് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. അതുകൊണ്ട് മഴ ഉറപ്പായും പെയ്യും, അതല്ലെങ്കിൽ മഴ ഉറപ്പായും പെയ്യില്ല എന്ന് പ്രവചിക്കാൻ ഒരാൾക്കും പാടില്ല. അവന് സാധ്യതകൾ പറയാം. മഴ ഇന്ന് പെയ്യാൻ സാധ്യതയുണ്ട്, മഴ ഇന്ന് പെയ്യാൻ സാധ്യതയില്ല, അതല്ലെങ്കിൽ പ്രതീക്ഷ വെക്കാം മഴ പെയ്തിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ മഴ പെയ്തില്ലായിരുന്നെങ്കിൽ എന്നിങ്ങനെ പ്രതീക്ഷിക്കാം. അതല്ലാതെ ഉറപ്പായി പ്രവചിക്കാൻ ഒരാൾക്കും പാടില്ല. കാരണം മഴയുടെ സമയം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം അറിയുന്ന കാര്യമാണ് എന്നുള്ളതാണ്. മഴയുടെ ഏറ്റവും വലിയ ബറക്കത്ത് ആ മഴയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സസ്യലതാദികളെ, ചെടികളെ മുളപ്പിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ആകാശത്തു നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഴ പെയ്യിപ്പിച്ചു തന്നു. ആ മഴയിലൂടെ നിങ്ങൾക്കുള്ള ഉപജീവനമായി, റിസ്ഖായി അല്ലാഹു കൈക്കനികൾ, സസ്യങ്ങൾ മുളപ്പിച്ചു നൽകി. ഇത് മഴയുടെ വലിയ അനുഗ്രഹമാണ്. മഴയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ബറക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ലൈസത്തിസ് സനതു അല്ലാ തുംതറു. യഥാർത്ഥത്തിൽ വരൾച്ച എന്നുള്ളത് മഴ പെയ്യാതിരിക്കുക എന്നുള്ളതല്ല. വലാകിന്നസ് സന അൻ തുംതറു വതുംതറു വലാ തുംബിതുൽ അർദു ശൈആ. എന്നാൽ യഥാർത്ഥത്തിലുള്ള വരൾച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മഴ ലഭിച്ചുകൊണ്ടേയിരിക്കും,
വീണ്ടും മഴ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഭൂമി ഒന്നും തന്നെ മുളപ്പിക്കുന്നില്ല. മഴ ലഭിച്ചതിന് ശേഷവും ഭൂമിയിൽ നിന്ന് സസ്യങ്ങളായി ഒന്നും മുളക്കുന്നില്ല എന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ള വരൾച്ച എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, മഴയുടെ ഏറ്റവും വലിയ ബറക്കത്താണ് ചെടികൾ, സസ്യങ്ങൾ അത് മഴയിലൂടെ മുളക്കുക എന്നുള്ളത്. അത് അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ്. അത് പരലോകത്ത് നമ്മൾ മരിച്ചു മണ്ണോടായി കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു മരിച്ച ആളുകളെ ജീവിപ്പിക്കും എന്നതിനുള്ള തെളിവായി അല്ലാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ മരിച്ച മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വേണ്ടി പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നതിന്റെ തെളിവായി അല്ലാഹു ഒരുപാട് തവണ എടുത്തു പറഞ്ഞ കാര്യമാണ് അല്ലാഹു മഴയിലൂടെ സസ്യങ്ങളെ മുളപ്പിച്ചില്ലേ എന്ന കാര്യം. അല്ലാഹു പറയുന്നു, നോക്കൂ, വമിൻ ആയാതിഹി അന്നക തറൽ അർദ ഖാശിഅതൻ ഫഇദാ അൻസൽനാ അലൈഹാ അൽമാഅ ഇഹ്തസ്സത് വറബത്. അല്ലാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ട, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട കാര്യമാണ് ഭൂമി അതാ നാം വറ്റി വരണ്ടതായി കാണും. അതിനുൾ ഒരു പുൽക്കൊടി പോലുമില്ല, ഒരു സസ്യം പോലുമില്ല. അങ്ങനെ ഒറ്റ വരണ്ട ഭൂമികൾ നമ്മൾ കാണുന്നു. എന്നാൽ അല്ലാഹു അതിലേക്ക് മഴ പെയ്യിപ്പിക്കുമ്പോൾ ആ ഭൂമി ചലിക്കാനും അത് വളരാനും തുടങ്ങുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീ അഹ്യാ ലമുഹ്യിൽ മൗതാ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ നിർജീവമായി കടന്ന ഭൂമിയെ ആരാണ് മഴ പെയ്യിപ്പിച്ചുകൊണ്ട് അതിനെ ജീവൻ നൽകിയത്? അതിൽ സസ്യങ്ങളെ ആരാണ് മുളപ്പിച്ചത്? ആ മുളപ്പിച്ചവനായ അല്ലാഹു മരിച്ചയാളുകളെയും നാളെ ബാത്തിന് വേണ്ടി, ജസാഇന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുകയാണ്. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഈ ആയത്തുകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ആ ബാത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലത്തിന് വേണ്ടി നമ്മളെ ഒരുമിപ്പിക്കുന്ന ആ ദിവസത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫാസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായ, അല്ലാഹുവിന്റെ റഹ്മത്തായ മഴയും അതുമായി ബന്ധപ്പെട്ട കാറ്റും അതിനെ പഴിക്കുവാനോ ആക്ഷേപിക്കുവാനോ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റിനെ കുറിച്ച് പറഞ്ഞതായി കാണാം, ലാ തസുബ്ബുർ റീഹ ഫഇന്നഹാ മിൻ റൗഹില്ലാഹ്. നിങ്ങൾ കാറ്റിനെ നിങ്ങൾ പഴിക്കുവാൻ പാടില്ല. കാറ്റ് എന്നുള്ളത് മഴക്ക് മുന്നോടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്ന അവന്റെ സന്തോഷ വാർത്തയാണ്. അല്ലാഹുവിന്റെ റൗഹിൽ, അവന്റെ കാരുണ്യത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കാറ്റിനെ പഴിക്കുവാൻ പാടില്ല. അപ്രകാരം മഴയെയും പഴിക്കുവാൻ പാടില്ല. എന്തൊരു ദുഷിച്ച കാറ്റാണ്, എന്തൊരു ദുഷിച്ച മഴയാണ്. അങ്ങനെ മഴയെയും കാറ്റിനെയും പഴിക്കുന്ന വാചകങ്ങൾ, ഇതുപോലെയുള്ള വാചകങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഴ കൊണ്ട് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ, അതല്ല എങ്കിൽ കാറ്റുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ, ആ പ്രയാസം വരുമ്പോഴേക്ക് ആളുകൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ പഴിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ആ കാറ്റുകൊണ്ട്, ആ മഴ കൊണ്ട് അല്ലാഹു എത്ര ആളുകൾക്കാണ് ആശ്വാസം നൽകിയത്, എന്തൊക്കെ ബറക്കത്തുകളും നിഅമത്തുകളുമാണ് അതുമൂലമുണ്ടായത് എന്ന് ചിന്തിക്കാതെ അത് മറന്നുകൊണ്ട് ചെറിയൊരു ദുരിതം ബാധിക്കുമ്പോഴേക്ക് അതിനെ കുറ്റം പറയുന്ന, അതിനെ പഴിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ മാറുകയാണ്. സഹോദരങ്ങൾ, അത് അല്ലാഹുവിനെ പഴിക്കുന്നതിന് തുല്യമാണ്, അല്ലാഹുവിനെ കുറ്റം പറയുന്നതിന് തുല്യമാണ്.
അള്ളാഹുവിന്റെ ഇത്തരം സൃഷ്ടി പ്രതിഭാസങ്ങളെ പഴിക്കുക, കുറ്റം പറയുക എന്നുള്ളത്. അതുകൊണ്ട് ഇത് ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ, അള്ളാഹുവിന്റെ ആയാത്തുകളിൽ നിന്ന് കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اغفر لنا يا غافر المذنبين والحمد لله رب العالمين.